പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ പേഴ്സണൽ ഇൻറ്റിമസി ഉണ്ട്, വ്യക്തിപരമായ അടുപ്പം. ഒരുവനിൽ നിന്ന് ഒരുവൻ വ്യത്യസ്തൻ. അതിനൊരു കാരണമുണ്ട്. എൻ്റെ ടേസ്റ്റ് വേറെ, നിങ്ങളുടെ ടേസ്റ്റ് വേറെ. എൻ്റെ സങ്കടം വേറെ, നിങ്ങളുടെ സങ്കടം വേറെ. എൻ്റെ പരാതി വേറെ, നിങ്ങളുടെ പരാതി വേറെ. എൻ്റെ ആവശ്യം വേറെ, നിങ്ങളുടെ ആവശ്യം വേറെ. എനിക്ക് ചെറിയ ആവശ്യമേ ഉള്ളെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ വലുതായിട്ടുള്ള ആവശ്യമായിരിക്കാം. എൻ്റെ സങ്കടങ്ങൾ തീർക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ ക്രമീകരണം ആവശ്യമെങ്കിൽ നിങ്ങളുടേത് അതിലും വലിയൊരു ക്രമീകരണം ആവശ്യമായിട്ട് വന്നേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യും? ദൈവം ഒരിക്കലും ഒരു പബ്ലിക് ടാപ്പിൽ നിന്നല്ല നമുക്ക് കുടിക്കാൻ തരുന്നത്. വ്യക്തിപരമായ പാത്രത്തിൽ ദൈവം കുടിക്കാൻ തരുന്നു. വ്യക്തിപരമായ രീതിയിൽ നമ്മോട് സംസാരിക്കുന്നു. വ്യക്തിപരമായ രീതിയിൽ നമ്മെ സ്നേഹിക്കുന്നു. ഇതിൻ്റെ ആഴത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ സങ്കടങ്ങളുമായി ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് പറയുവാൻ, പ്രാർത്ഥിപ്പാൻ നമുക്ക് ധൈര്യം ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ ഒരു പശ്ചാത്തലം ഞാൻ പറയാം. ശിഷ്യന്മാരോട് കർത്താവ് താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് താൻ പറഞ്ഞു, നിങ്ങൾ ജെറുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. ശിഷ്യന്മാർ അതനുസരിച്ചു. ജെറുസലേമിൽ പല രാത്രികൾ അവർ കൂടി വന്നു ആരാധിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം മാളികയുടെ മുകളിൽ മാളിക മുറിയിൽ 120 പേർ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ വാഗ്ദത്തം ചെയ്തതുപോലെ പരിശുദ്ധാത്മാഭിഷേകം കൊടിയ മുഴക്കത്തോടുകൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കേട്ടവരെല്ലാം, ദേശക്കാരെല്ലാം ആ കൊടുമുഴക്കം കേട്ടു. ശബ്ദമുണ്ടായി. ആശ്ചര്യമായി പോയി. എന്താണ് ഈ ശബ്ദം? ആൾക്കാർ ഓടിക്കൂടാൻ തുടങ്ങി. അത് സംഭവിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 15 ഭാഷക്കാർ തിക്കി തിരക്കി മാളികയുടെ മുകളിലേക്ക് കയറി വന്നു. ഈ കേൾക്കുന്ന ബഹളവും ഈ ശബ്ദവും എന്താണെന്ന് അവർക്ക് തിരിച്ചറിയുന്നില്ല. പല രാജ്യക്കാരും കൂടിയിരുന്നതായ സമയം അവിടെ എഴുതിയിരിക്കുന്നത്, ആകാശത്തിൻ്റെ കീഴിലുള്ള സകല ജാതികളിൽപ്പെട്ടവരിലും ചില യഹൂദ മതാനുസാരികളും ഭക്തിയുള്ള പുരുഷന്മാരും അറബിക്കാരും ഒക്കെ കൂടിയിരുന്നതായ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഓടി വന്നപ്പോൾ ഇതാ ഒരു കൂട്ടം ജനങ്ങളിരുന്ന അന്യഭാഷ സംസാരിക്കുന്നു. അപ്പോൾ അവർക്ക് അതിശയം തോന്നി. ഇതെന്താണെന്ന് അറിയാതെ അവർ തന്നെ അങ്ങ് കുഴഞ്ഞു. അപ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം അവരവരുടെ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ ദൈവത്തിൻ്റെ പ്രസാദമായത്. എന്താണ് ആ സ്നേഹമെന്നറിയാം? ഏതാണ്ട് 15 ഭാഷക്കാർ അടുത്തുകൂടിയെങ്കിലും ഓരോരുത്തരുടെയും ഭാഷകളിൽ അവരവരോട് ദൈവത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച്, ദൈവശക്തിയുടെ സാന്നിധ്യത്തെക്കുറിച്ച്, വാഗ്ദത്തങ്ങളുടെ നിറവിനെക്കുറിച്ച് മനസ്സിലാകത്തക്ക രീതിയിൽ അവരവരുടെ ഭാഷകളിൽ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ പ്രതിധ്വനി പരിഭാഷ ചെയ്യപ്പെട്ടു. വാട്ട് എ വണ്ടർഫുൾ! എത്ര അതിശയകരമാണെന്നറിയാമോ? ഓരോരുത്തർക്കും സംശയമില്ലാതെ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവരവരുടെ ആ മാതൃഭാഷയിൽ ദൈവശബ്ദം അവരുടെ ഹൃദയത്തിൽ മന്ത്രിക്കപ്പെട്ടു, ഘോഷിക്കപ്പെട്ടു. ദൈവ സാന്നിധ്യത്തെ അവരറിഞ്ഞു. അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുകയുണ്ടായി. വാസ്തവമായി യേശുക്രിസ്തുവിൻ്റെ ദൈവികത്വത്തിൻ്റെ ആ വലിയൊരു ഘനമേറിയ സുവിശേഷം അവരുടെ ഹൃദയങ്ങളിൽ പകരുവാൻ അത് കാരണമായി തീർന്നു. ആ കൂടിയിരുന്നവരെല്ലാവരെയും ശബ്ദം കേട്ടുപോയവരിൽ ഏതെല്ലാം ദേശങ്ങളിലേക്ക് ചിതറിപ്പോയോ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ ശക്തി വ്യാപിക്കുവാൻ തുടങ്ങി. ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിൽ ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ശക്തി, ദൈവ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ സങ്കടങ്ങൾക്കും അനുസരിച്ചാണ് ദൈവം നമ്മോട് ഇടപെടുന്നത്. ഒരു പൊതു ടാപ്പിൽ നിന്ന് വേണമെങ്കിൽ വെള്ളം കുടിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള അനുഭവം അല്ല ദൈവത്തിൻ്റെ സ്നേഹം. നമ്മുടെ ഹൃദയത്തിൽ വ്യത്യസ്തമായി
നമ്മെ നേടുവാൻ പ്രാപ്തിയോടുകൂടെ നമ്മുടെ ചിത്തങ്ങളും സ്വഭാവങ്ങളും നമ്മുടെ തോൽവികളും പരാജയങ്ങളും ജയശ്രമങ്ങളും പരിശ്രമങ്ങളെയും ഒക്കെ തിരിച്ചറിയുന്ന ദൈവം, നമ്മുടെ പ്രശ്നങ്ങളെ തിരിച്ചറിയുന്ന ദൈവം, നമ്മുടെ സ്ഥിതികളെ തിരിച്ചറിയുന്ന ദൈവം നമ്മെ നേടുവാൻ നമ്മിൽ സ്നേഹം ഉദിക്കുന്നുവെങ്കിൽ, ഊറ്റുന്നുവെങ്കിൽ അത് നമുക്കേറ്റ രീതിയിലായിരിക്കും ദൈവം ഇടപെടുന്നത്. ദൈവം നമ്മോട് സംസാരിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലാണ്. മനുഷ്യർ കേൾക്കാതെ, പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ട് ദൈവം നമ്മോട് സംസാരിക്കുന്ന സംസാരങ്ങളിൽ ഇൻറ്റിമസി ഉണ്ട്, അടുപ്പമുണ്ട്. അത് നമ്മോട് രഹസ്യം പറയുന്നത് പോലെയാണ്. വേറെ ആർക്കും അത് ദൈവം തെളിയിച്ചു കൊടുക്കുകയില്ല. നോക്കൂ, ഈ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് വളരെ പെട്ടെന്ന് യാത്ര ചെയ്തു. അതിനൊരു കാരണം അവർ കൊടുക്കും. യുദ്ധത്തെക്കുറിച്ച് വേണമോ വേണ്ടായോ, ഇല്ലെങ്കിൽ എപ്പോൾ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നുള്ള ആശയം പങ്കിടുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുക്കാൻ അദ്ദേഹം പോയിരിക്കുകയാണ് അമേരിക്കയിലേക്ക്. ഇല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിലേക്ക് വന്നില്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നു, പാകിസ്ഥാനിലേക്ക് പോയി, ഇംഗ്ലണ്ടിലേക്ക് പോയി. നമ്മൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ സാധാരണ ചിന്താഗതിയിൽ ചിന്തിച്ചേക്കാം, ഇതെന്തിനാ ഇത്ര പെട്ടെന്ന് ഓടിപ്പോകുന്നത്? ഇവിടെ നിന്നൊരു ഹോട്ട് കണക്ഷനിൽ ഒരു വാക്ക് സംസാരിച്ചാൽ പോരെ? ഇവർ ഓടിച്ചെന്നാലോ മണിക്കൂർ കണക്കിനൊന്നും സംസാരിക്കുന്നില്ല, കേവലം 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മാത്രം. അത് നമ്മെ വളരെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഈ 5 മിനിറ്റോ 10 മിനിറ്റോ സംസാരിക്കുന്നതിന് വേണ്ടിയാണോ ഇവർ ഇത്ര ബന്ധപ്പെട്ട് അമേരിക്കയിലേക്കും അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്കും ഓടിപ്പോയത്? അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഉന്നതന്മാർ ഉന്നതമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് ടെലിഫോണിൽ കൂടെ സംസാരിക്കില്ല. കാരണം ചോർത്തിയെടുക്കുവാൻ പല പഴുതുകൾ കാണും. ഒരു വാക്ക് വളച്ചൊടിച്ചാൽ ഈ ലോകത്തിൻ്റെ നാശത്തിന് അത് ഉതകിയേക്കാം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ളതായ വളരെ സെൻസിറ്റീവായിട്ടുള്ളതായ അഭിപ്രായങ്ങൾ, ആശയങ്ങൾ, തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുവാൻ വേണ്ടി വ്യക്തിപരമായി അടുക്കും, വ്യക്തിപരമായി സന്ധിക്കും. ആ വാക്കുകളിൽ ആരും മോഷ്ടിക്കാതെ വണ്ണം നാനാ വഴിക്കും ദൈവം ആ രാജ്യങ്ങൾ കാവലേർപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇന്ന് ടെലിഫോൺ സംസാരങ്ങൾ എത്ര സുരക്ഷിതമാണെന്ന് പറഞ്ഞാലും അത് മോഷ്ടിക്കപ്പെടുന്നു, ചോർത്തുന്നു, വാക്കുകൾ അപഹരിക്കപ്പെടുന്നു, ദേശത്ത് കൊണ്ടുവന്നത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ രാജ്യത്തിൻ്റെ അധിപതികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ മറ്റു മാധ്യമങ്ങളൊന്നും കൂടാതെ തന്നെ വ്യക്തിപരമായി സംസാരിക്കുന്നു. ഇതുപോലെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാനോട് ദൈവം പത്മോസ് ദ്വീപിൽ വെച്ചായിരുന്നപ്പോൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ ആ 10-ാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ അവനെ ഏറ്റവും ഉയർന്ന ഒരു വൻമലയിൽ കൂട്ടിക്കൊണ്ടുപോയി. അതെന്തിനാ അങ്ങനെ? താഴെ വെച്ച് പറഞ്ഞാൽ പോരെ? വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഉടനെ അവിടെ വായിക്കുന്നു, ഇവിടെ കയറി വരിക, ഞാൻ നിനക്ക് മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ കാണിച്ചു തരാം. എന്തിന് കയറി ചെല്ലുന്നു? താഴെ വെച്ച് പറഞ്ഞാൽ പോരെ? എന്തിന് ഉയർന്ന വൻമലയിൽ കൊണ്ടുപോയി? ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോകുന്നത് എന്തിന്? നിന്നോട് സംസാരിക്കുന്നത് മറ്റാരും കേൾക്കാതിരിക്കാൻ. നിന്റെ സങ്കടങ്ങളും നിന്റെ തോൽവികളും പരാജയങ്ങളും വ്യത്യസ്തമാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം പ്രകടമാക്കുവാൻ അവന് ഇഷ്ടമില്ല. നിന്നെ വിളിച്ചും കൊണ്ടുപോയി വാഗ്ദത്തം ചെയ്തതുപോലെ ഉന്നതങ്ങളിൽ കൊണ്ടുപോയി നിന്നോട് ഉന്നതമായ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. യോഹന്നാനെ വലിയ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയതിനു ശേഷം താഴെ വെച്ചെന്ന് സംസാരിക്കാതെ അവനെ വിളിച്ചു കൊണ്ടുപോയി ഏകനായി നിർത്തിയതിന് ശേഷം ദൈവം അവനോട് വ്യക്തിപരമായി സംസാരിക്കാൻ. എന്താണ് സംസാരിക്കുന്നത്? യെരുശലേം എന്ന പുതിയ യെരുശലേമിൻ്റെ മഹത്വത്തെ, ആ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളതായ ഒരു പട്ടണത്തെക്കുറിച്ചുള്ളതായ ഒരു കാഴ്ചപ്പാട് അവന് കൊടുക്കുവാൻ യോഹന്നാന് തന്നെ അതിശയമായി പോയി. ഒരു പട്ടണമെന്നും ദൈവം പണിയുന്ന കൽപ്പണിയല്ലാത്ത ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതായ ആ വലിയ പട്ടണത്തെക്കുറിച്ച് തനിക്ക് തന്നെ ഒരു ചെറിയൊരു ഉപദേശ രൂപമുണ്ടെങ്കിലും ശരി, അതൊരു സ്വച്ഛ സ്ഫടികം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പട്ടണമായിരുന്നെന്ന് ഉയരത്തിൽ ചെന്നപ്പോഴാണ് യോഹന്നാന് മനസ്സിലായത്. ഇത്ര അതിശയകരമായ സൃഷ്ടി, അതിനു ചുറ്റും ദൈവം ഗോപുരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു, മതിലുകൾ സൃഷ്ടിച്ചിരിക്കുന്നു,
ഒരു ശത്രുവിനും അവിടെ പ്രവേശിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ വളരെ ബന്ധവസ്ഥയോടുകൂടി സുരക്ഷിതമായ ഒരു സ്ഥാനം ദൈവത്തിനുണ്ട് എന്ന് യോഹന്നാന് മനസ്സിലാക്കി കൊടുക്കുവാൻ. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവം നിന്നെ സ്നേഹിക്കുമ്പോൾ നിന്നെ മറ്റുള്ളവരോട് ചേർത്തല്ല ദൈവം എണ്ണുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിൽ നിന്നെ വിളിച്ചാൽ കേൾക്കുന്ന പേരിനാൽ ദൈവം നിന്നെ വിളിക്കുന്നു. നിനക്കറിയാവുന്ന ഭാഷയിൽ ദൈവം നിന്നോട് സംസാരിക്കുന്നു. നിന്നോട് ഒരു പക്ഷെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എന്നോട് ദൈവം മലയാളത്തിൽ സംസാരിക്കുന്നു. വേറൊരു വ്യക്തിയോട് അറബി ഭാഷയിൽ സംസാരിക്കുന്നു. ഇനിയും വേറൊരാളിനോട് ഇനിയും വേറൊരു ഭാഷയിൽ സംസാരിക്കുന്നു. ദൈവത്തിന് എല്ലാ ഭാഷയും വശമാണ്. കാരണം തൻ്റെ മക്കൾ എല്ലാ ഭാഷയിലും നിരന്നു കിടക്കുന്നു. അവരോട് അടുക്കുവാൻ ദൈവത്തിന് അതിനോട് ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. സ്വച്ഛ സ്ഫടികമാണ് ദൈവത്തിൻ്റെ മന്ദിരം. എല്ലാം ഒരറ്റം മുതൽ ഒരറ്റം വരെ കാണുവാൻ തടസ്സങ്ങളൊന്നുമില്ല. ഭാഷ വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, നിറവ്യത്യാസമില്ല, ഒന്നുമില്ല. സ്വച്ഛ സ്ഫടികം. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കർത്താവിനോട് അടുത്ത് വരുവാൻ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അറയിൽ കയറി 4 പേർ ചേർന്നല്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ കഥകളെ അടച്ചതിന് ശേഷം സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഭാരങ്ങളെ ഏറ്റുപറയുക, സങ്കടങ്ങളെ പറയുക. അപ്പോൾ അവൻ രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ്, ഈ സ്വർഗസ്ഥനായ പിതാവിന് ഒരുപാട് രഹസ്യമുണ്ടെന്ന്. നമ്മോട് ഇടപെടുന്നത് രഹസ്യത്തിലാണ്. കാരണം പരസ്യമായി നമ്മെ ക്രൂശിക്കുന്നില്ല, പരസ്യമായി നമ്മെ ലജ്ജിപ്പിക്കുകയില്ല. എത്ര കടുംചുവപ്പായിട്ടുള്ള പാപങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ശരി, നമ്മൾ എത്ര നാറ്റം വെച്ച കുഴിയിൽ അകപ്പെട്ടിരുന്നാലും ശരി, ആ ചേറ്റിൽ നമ്മളെ പിടിച്ചു കയറ്റിക്കൊണ്ട് അവൻ സ്വർഗസ്ഥലങ്ങളിൽ ഉന്നതികളിൽ കൊണ്ടുപോയി, ഉയർന്ന വൻമലയിൽ കൊണ്ടുപോയി അവിടെ നമ്മെ ദർശനങ്ങളാൽ നമ്മെ സന്തോഷിപ്പിക്കുന്നു. അവിടെ വെച്ച് പറയുന്നു, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കുന്നു. എന്താണ് ഹൃദ്യമായി സംസാരിക്കുന്നത്? മരുഭൂമിയിലേക്ക് എന്തിനു കൊണ്ടുപോകണം? അവിടെ ആരുമില്ലാത്ത സ്ഥാനത്ത്, ഒരുത്തരുമില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മോട് സംസാരിക്കുന്നു, വാഗ്ദത്തങ്ങളെ തരുന്നു. ഞാൻ ശക്തനായി നിന്നെ വഴി നടത്തും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അതിനു മുമ്പ് നമുക്ക് സംശയം, ദൈവം നമ്മെ ഉപേക്ഷിച്ചെങ്കിലോ, നമ്മിൽ പ്രീതിയായില്ലെങ്കിലോ, നമ്മിൽ സന്തോഷിച്ചില്ലെങ്കിലോ. കർത്താവ് നമ്മോട് അവിടെ വെച്ചാണ് പറയുന്നത്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, അവസാനത്തോളം നരക്കോളം ഞാൻ നിന്നെ ചുമക്കും. ദൈവത്തിൻ്റെ മഹത്വമേറിയ വാഗ്ദത്തങ്ങളെ, അതിൻ്റെ കനത്തെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നത്. നമ്മുടെ ഭാഷകളിൽ നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ, നമ്മുടെ ബുദ്ധിക്കനുസരിച്ച്, നമ്മുടെ ജ്ഞാനത്തിനനുസരിച്ച്, നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുത്! ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുമ്പോൾ കർത്താവിനോട് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും, സ്നേഹം തോന്നും. ഓരോ പ്രഭാതത്തിലും തിരുവചനം കേൾക്കുവാൻ നമ്മുടെ ഹൃദയം വെമ്പൽ കൊള്ളും. ഇന്ന് രാവിലെ ദൈവം എനിക്ക് എന്നോട് എന്ത് സംസാരിക്കുവാനുണ്ട്? ഓരോ പ്രഭാതത്തിലും ദൈവവചനത്തിൽ ധ്യാനം നമുക്കൊരു ആവശ്യമായ ഘടകമായി മാറും. ഓരോ രാത്രിയിലും നാം ദൈവത്തോട് കണക്ക് തീർക്കുന്നവരായിത്തീരും. എന്താണെന്നറിയോ? കർത്താവേ, കഴിഞ്ഞ പകലിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാഞ്ഞ പല കാര്യങ്ങളുമുണ്ട്, എൻ്റെ ഭാഗത്ത് ഒരുപാട് തോൽവികളുണ്ട്. എങ്കിലും നീ എനിക്ക് ശക്തി തരുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ ശക്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ എനിക്ക് പകർന്നു തരണമെന്ന് പറയുമ്പോൾ അളവില്ലാത്ത പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ശക്തി സാന്നിധ്യം നിന്റെ മേൽ കടന്നു വന്നുകൊണ്ട് നിന്റെ ബുദ്ധിയോട് സംസാരിക്കും, നിന്റെ പ്രമാണങ്ങളോട് ദൈവം ഇടപെടും, നിന്റെ ആരോഗ്യത്തോട് ദൈവം ഇടപെടും, നിന്റെ ബലഹീനതകളെ മാറ്റുന്നു. അവൻ നിനക്ക് സൗഖ്യം നൽകി നിന്നെ ബലമുള്ളവനാക്കുന്നു. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ കടന്നു വരുമ്പോൾ സംഭവിക്കുക. നാം ബലമുള്ളവരാകും. ആവശ്യങ്ങൾ പലതാണ്, പല കാര്യങ്ങളിലും ഭാരപ്പെട്ടിരിക്കുന്നവരാകാം, ഞെരുക്കമുള്ളവരാകാം. ദൈവം നമ്മുടെ ഞെരുക്കങ്ങളെ അറിയുന്നു. കാരണം അവൻ നമ്മെ ഉയർന്ന വൻമലയിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എത്ര പ്രാപ്തി ഉണ്ടെന്ന് ദൈവം അതിനെ തിരിച്ചറിയുന്നു. ദൈവം നമ്മെ അളക്കുന്നു, ശോധന ചെയ്യുന്നു. നാം ക്രിസ്റ്റൽ ക്ലിയറായി മാറുന്നു, സ്വച്ഛ സ്ഫടികം പോലെ. God bless you.